ശ്രീ ഉണ്ണികൃഷ്ണൻ ഒരു മാതൃക പൊതുപ്രവർത്തകൻ, പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. നമ്മുടെ നാട്ടിലെ പാർശ്വവൽകൃതമായ ഒരു സമൂഹത്തിൻ്റെ ആശ്രയവും അത്താണിയും. അത്തരമൊരു ബഹുമുഖ പ്രതിഭ അകാലത്ത് വേർപെട്ടു പോകുന്നത് നമ്മുടെ നാടിൻ്റെ ആകെ നഷ്ടമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, അത്ര അദ്ദേഹത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എന്ന ചട്ടക്കൂടിനകത്ത് ഒതുക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം നാടിൻ്റെ ആകെ ജനനായകൻ, മാതൃക പൊതുപ്രവർത്തകൻ. എനിക്ക് വളരെ അടുത്ത് അദ്ദേഹവുമായി പരിചയമുണ്ട്. 6-7 കൊല്ലക്കാലം ജില്ലാ ആസൂത്രണ സമിതിയിൽ അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ അതിലൂടെ ഉണ്ടായിട്ടൊരു ആത്മബന്ധം, സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ വ്യക്തി സവിശേഷതകളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. CPMൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. പ്രിയങ്കരനായ ഉണ്ണിയേട്ടൻ തന്നെ സ്നേഹിച്ചവരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുകയാണ്. ഉണ്ണിയേട്ടൻ എന്ന പച്ച മനുഷ്യൻ്റെ പച്ചപിടിച്ച ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഉണ്ണിയേട്ടനെ കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഈ വലതുഭാഗത്തുള്ള പള്ളി കെട്ടിടത്തിനും ഇടതുഭാഗത്തുള്ള മദ്രസ കെട്ടിടത്തിനും നമ്മളെപ്പോലെ വാചാലമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും ഉണ്ണിയേട്ടനെ കുറിച്ച് അദ്ദേഹം നടന്നുപോയ ചവിട്ടിപ്പോയ മണൽത്തരികൾക്ക് പോലും ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് ആ മേഖലയിൽ നിന്ന് കേവലം ഉയർന്നു വരിക മാത്രമല്ല, ലഭിച്ച പദവികളോട് വഹിച്ച സ്ഥാനങ്ങളോടൊക്കെ തന്നെ അദ്ദേഹത്തിന് മികവ് കൊണ്ട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള നല്ല ഒരു ലക്ഷണമൊത്ത പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത, പാർട്ടിയോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവരോടും പാർട്ടിയോടും പാണക്കാട് തറവാടിനോടുമുള്ള പ്രതിബദ്ധതയായിരുന്നു ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും വലിയ വ്യതിരക്തത എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാൻ കഴിയും. നല്ല ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും കടന്നു ചെന്ന് ജില്ലയുടെ അടിമുടി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മികച്ച ജില്ലാ പഞ്ചായത്തായി മലപ്പുറത്ത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. കവളപ്പാറയിൽ ദുരന്തമുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ. അന്ന് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവിടെ ആ ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ആശാകേന്ദ്രമായി പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ ഓടിയെത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം ഇവിടെ നിന്ന് വളരെ ദൂരത്തുള്ള തൃക്കലങ്ങോട് ഡിവിഷൻ്റെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ദിവസം CP അനിൽകുമാർ MLA അദ്ദേഹത്തിൻ്റെ വണ്ടൂർ മണ്ഡലം തിരുവാലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വാചാലമായി ഉണ്ണിയേട്ടൻ അവിടെ കൊണ്ടുവരുന്ന പദ്ധതികൾ, പരിപാടികൾ, പ്രൊജക്റ്റുകൾ, അവിടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. താൻ ജീവിച്ചിരുന്നു എന്ന അടയാളം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോകുന്നത്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരുപാട് ഓർമ്മകൾ, അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. മരിച്ചാലും മരിക്കാത്ത, മായാത്ത, മറയാത്ത ഒരുപാട് ഓർമ്മകൾ, അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ട് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ കടന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പോരാട്ടത്തിൽ നമുക്ക് ഊർജമായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ എന്ന ലക്ഷണമൊത്ത പൊതുപ്രവർത്തകൻ്റെ, ഭരണാധികാരിയുടെ, രാഷ്ട്രീയ നേതാവിൻ്റെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചന വാക്കുകൾക്ക് അടിവരയിടും. കർമ്മം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉണ്ണികൃഷ്ണൻ തൻ്റേതായ വ്യക്തിമുദ്ര പതിക്കും. ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ അംബേദ്കറേയും അയ്യങ്കാളിയെയും ഒക്കെ അത്ര സരളമായി പറഞ്ഞു കൊടുത്ത് അവരുടെ സംഭാവനകളെ ബോധ്യപ്പെടുത്തി കൊടുത്ത മറ്റൊരു നേതാവുണ്ടാവില്ല.
തൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ അവഗണനയും അവരൊരു കാലം അനുഭവിച്ച ഐത്തവും തീണ്ടലും ആ ദുഃഖകരമായ ഒരു കാലത്തെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു സമീപകാല രാഷ്ട്രീയത്തിലെ പ്രസംഗങ്ങൾക്കിടയിൽ എന്നുവെച്ചാൽ പൊതുവേദിയിലെ പൊതുരംഗത്ത് മുഖ്യധാരയിലുള്ള പ്രസംഗങ്ങൾക്കിടയിൽ അത്തരം പ്രസംഗങ്ങൾ പൊതുവെ കുറവായിരിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ഐത്തവും തൊടിയും തീണ്ടലുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഉണ്ണിഷൻ അത് നോക്കാതെ തൻ്റെ തന്നെ ബാല്യം എങ്ങനെയായിരുന്നു, കുഴികുത്തി കഞ്ഞി കുടിച്ചതും സമ്പന്ന തറവാടുകൾക്ക് മുമ്പിൽ പട്ടിണി കിടന്ന കാലഘട്ടവുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് പാണക്കാട് സൈഡ് മുഹമ്മദ് അലി ശിഹാബ് അരികിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്ത കഥയോടുകൂടി ഉണ്ണിഷൻ തൻ്റെ ഈ അനുഭവ കഥകൾ പറഞ്ഞു തീർക്കും. എന്ന് വെച്ചാൽ ഉണ്ണിഷൻ അനുഭവിച്ച, ഒരു ദളിതൻ അനുഭവിച്ച ജീവിത പ്രയാസങ്ങളെ മുഴുവനായിട്ട് പിന്നീട് വരുന്ന തലമുറകൾക്കൊക്കെ കൈമാറുക എന്നതാണ് 35 കൊല്ലം അതിനുള്ള പരിഹാര മാർഗം തേടുകയായിരുന്നു ഉണ്ണിഷൻ ചെയ്തത്. അതിൽ ഈ ദളിത് സമൂഹത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധമാക്കുക എന്ന ഒരു ദൗത്യത്തിൽ ഉണ്ണിഷൻ വിജയിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അഭിമാന താരകമാണ് ഉണ്ണിഷനെങ്കിൽ ദളിത് സമൂഹത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രതീകമായി AP ഉണ്ണികൃഷ്ണൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് ഇത്രയും പ്രതിഭാശാലിയായ, പ്രഗത്ഭനായ, പ്രതിഭ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളോ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് ഒരു ശില്പം കൊത്തിയെടുക്കുന്ന ആ വലിയ ശ്രദ്ധയോടുകൂടി ദളിത് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിൽ അദ്ദേഹം ശ്രമിച്ചു. ദളിത് പ്രസ്ഥാനം, മുസ്ലിം ലീഗിൻ്റെ അനുബന്ധമായ ദളിത് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് അത്ര ശുഷ്കമായിരുന്നൊരു ഘട്ടത്തിലാണ് ഉണ്ണിഷൻ നേതൃനിരയിലേക്ക് വരുന്നതും അതിനെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവന്നതും. മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ഇത്രയും ജനകീയനായ ഒരു ദളിത് നേതാവ് മുമ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇത് ഞാൻ ചടയനെയും രാമാക്ഷിയൊന്നും മറന്നുകൊണ്ടല്ല, പക്ഷെ ഉണ്ണിഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു ജനകീയതയിൽ ഏത് ഗ്രാമത്തിൽ ഉണ്ണിഷന് സുഹൃത്തുക്കളുണ്ട് എന്നതാണ്. എവിടെ ചെന്നിറങ്ങിയാൽ ഉണ്ണിഷൻ അറിയും. അത് മറ്റുള്ളവരൊക്കെ MLA മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ണിഷൻ MLA ഒന്നും ആയിട്ടില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ണിഷൻ അറിയാമായിരുന്നു. ഉണ്ണിഷൻ ആ സൗഹൃദ നിലയായിട്ട് നിലനിർത്തിയിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാം. പുതുതലമുറ കുട്ടികൾ ഉണ്ണിഷൻ്റെ വിയോഗത്തിൽ ഒരു വിലാപഗീതങ്ങൾ പോലെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, അത് ഉണ്ണിഷൻ്റെ ഈ ജനകീയതയാണ്. അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ മറ്റൊരു ദളിത് നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉണ്ണിഷനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അറിയുക. ഉണ്ണിഷൻ്റെ അടുത്ത ജീവിതത്തിന്, പരലോക ജീവിതത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം സൃഷ്ടിച്ച ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കാം. കാരണം ഉണ്ണികൃഷ്ണൻ്റെ എത്രയോ ഇളയതാണ്, ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാനിപ്പോൾ എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്നുണ്ട്. ഞങ്ങളിവിടെ ഹെൽത്തുകളും പെട്ട് കണ്ണമംഗലം മിടക്കപ്പറമ്പ് സ്കൂൾ നമുക്കൊക്കെ അറിയാം. യോഗയും വ്യായാമവും കൂടി എനിക്ക് ചേർത്തൊരു പുതിയ ഉൽപ്പന്നമാണ്. അതിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഉണ്ണീഷ്. അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോകുന്നിടയിൽ സംസാരിച്ച് പിരിഞ്ഞ് എപ്പോഴും ചായ കുടിച്ച് പിരിഞ്ഞ് പോകുന്ന വണ്ടിയിൽ വന്നിറങ്ങും. എൻ്റെ വീടും ഉണ്ണികൃഷ്ണൻ്റെ വീടും ഇവിടെ അടുത്ത് തരും. അതിലൊരു ഉണ്ണികൃഷ്ണനെ കാണാതായി. എന്താ സംഗതി ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നേരെ ജ്യേഷ്ഠൻ വേലായുധൻ്റെ ഭാര്യയുടെ മരണം അദ്ദേഹത്തിനായിട്ടില്ല. അപ്പോൾ അതുമായി സംബന്ധിച്ച അതിനൊക്കെ വളരെ സജീവമായി അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു മറ്റു പരിപാടികളൊക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് പോസ്റ്ററ്റിൻ്റെ ഒരു അസുഖമുണ്ട്. വളരെ വൈകിയാണ് അത് പറഞ്ഞതുപോലെ മാരകമായൊരു രോഗത്തിൻ്റെ അടിമയാണ് ഉണ്ണികൃഷ്ണൻ അറിഞ്ഞത്. അതറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യപടയിൽ ഞാൻ പെട്ടെന്ന് ചെന്ന് കണ്ടപ്പോൾ കട്ടിൽ കിടക്കുകയാണ്. കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോഴൊന്നും രോഗത്തെക്കുറിച്ച് നല്ല സംസാരമായിരുന്നു. കുറേ സംസാരിച്ചു. ഞങ്ങൾ RCCയിൽ പോയതും അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങളും ഒക്കെ വിവരിച്ച് കുറേ സംസാരിച്ചു. ഞാൻ കുറേ സമാശ്വസിപ്പിച്ചു. സാരല്ലേ, അതൊക്കെ പറഞ്ഞ് നമുക്ക് തുറന്നും യോഗയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു.
കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ മേജർ ഓപ്പറേഷൻ ഉണ്ട്. രോഗത്തിൻ്റെ ഇത് അറിഞ്ഞു. അങ്ങനെ യോഗയിൽ ഞങ്ങൾ വീണ്ടും ഇന്നലെ രാവിലെ പങ്കെടുത്തപ്പോൾ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ് കരണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ നമുക്ക് അറിയില്ല ആ രോഗത്തിൻ്റെ ഘട്ടം എവിടെ എത്തിയത്. എന്തായിരുന്നാലും ചുമ്മാ തിരിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണനെ കാണണം ഉദ്ദേശിച്ചതാണ്. പക്ഷേ സാധിച്ചില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണവാർത്തറിയില്ല. എനിക്ക് പറയുന്നില്ല, മലപ്പുറം ജില്ല മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തിയ ഒന്നായിരുന്നു. ഇന്നലെ 2 മണി മുതൽ മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇവിടെ മദ്രസയിലും ഇന്ന് പരപ്പഞ്ചനയിലേക്ക് 6 അടി മണ്ണിലേക്ക് എടുത്തു വെക്കുന്നത് വരെ നമ്മുടെ തുറങ്ങളിലുമുള്ള രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ജനങ്ങളും ജാതി മതഭേദങ്ങളും എല്ലാവരും എത്തിച്ചേർന്നു സദസ്സ്. ഞാനിപ്പോൾ പറയേ ഉണ്ണികൃഷ്ണത്തിൽ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. ഇങ്ങനെയുള്ളൊരു സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഒരു 3 പതിറ്റാണ്ട് ഇനിയും എത്രയോ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഒരുപാട് സംഭാവന ചെയ്ത് കഴിയെങ്കിലും എല്ലാവരുടെയും വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് അഭ്യന്തരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു എന്നൊരു മഹാഭാഗ്യം കിട്ടിയെന്നാണ് എനിക്ക്. ഏതായാലും ഞാൻ നിർത്തണം. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ദുഃഖത്തിലും റിപ്പയർ പാർട്ടിയുടെ ദുഃഖം ഘനീഭവിച്ച ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ എൻ്റെ പ്രതി ഒരു അനുജ സഹോദരൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം അഗാധമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പാർട്ടിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഊഷ്മളമായ എൻ്റെ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ നൽകുന്നുണ്ട്. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനോട് വ്യക്തിപരമായി ആത്മബന്ധമുള്ളവരാണ്. അനുഭവങ്ങളുടെ 1000 കഥകൾ പറയാൻ മാത്രം അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് ഇരിക്കുന്ന എല്ലാവരും. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെ എത്രയോ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു മഹാനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ച ഒരു രീതിയെക്കുറിച്ചും എല്ലാവരും ഇവിടെ പറയുന്നുണ്ട്. എനിക്കതിനേക്കാൾ വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി തോന്നിയത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു തരത്തിലുള്ള നിരാശയും പ്രകടിപ്പിക്കാത്ത, പരിഭവങ്ങൾ പറയാത്ത, തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിലെല്ലാം ഏറെ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിന് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പരിഭവം പറയുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, മോൻ്റെ കല്യാണത്തിന് മറക്കാതെ വരണേ, നിശ്ചയത്തിന് വരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മാതൃകയാക്കാൻ കഴിയുന്ന, കിട്ടിയതിലെ സംതൃപ്തിയും വന്ന ആളുകളിലെ സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന ഒരു അപൂർവ അനുഭവം ഞാൻ ഇവിടെ പറയുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രംഗത്തും അദ്ദേഹത്തിൻ്റെ ജീവിത രംഗത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. നേതാക്കളെല്ലാം ഇവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പുലർത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ മതനിരപേക്ഷതയുടെ കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു മുഖമായി. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ലാസ്റ്റ് ഞങ്ങൾ കാണുന്നത് മെനയാന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അന്ന് RCCയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. 2 കാലുകളിലും ഡയബറ്റിക് ആയതുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ കാരണം ഭീമമായ തോതിൽ തന്നെ സർജറിക്ക് ശേഷം അദ്ദേഹം അനുഭവിച്ച ഒരു
പ്രയാസങ്ങളും വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആ സമയത്ത് കാണാൻ പറ്റി. ആ സങ്കടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ സി സെൻറ്ററിലെ ഭർത്താവിനോട് ഇത് കണ്ടു നിൽക്കാൻ വയ്യാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ദളിത് സമൂഹത്തിനകത്ത് നിന്ന് പ്രത്യേകിച്ചും ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ CP യോട് പറഞ്ഞ പോലെ അന്തസ്സുള്ളവരാക്കുന്നതിൽ അദ്ദേഹം അർപ്പിച്ച ജീവാർപ്പണമാണ് എന്നും ഉണ്ണിയേട്ടൻ്റെ പേരിൽ സ്മരിക്കപ്പെടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. CP ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹവുമായി ചെലവഴിച്ചതും ഇടപെട്ടതുമായ കാര്യങ്ങൾ അനുസ്മരിക്കാൻ ഉണ്ട്. ദീർഘമായിട്ടൊന്നും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. 96-ലാണ് AP ആദ്യമായി കാണുന്നത്. അദ്ദേഹം വന്ന് കുന്നമംഗലത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. നല്ല ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഭാതം മുതൽ അത് നട്ടപ്പാത വരെ സമയത്തോടിയാലും ഒരു ക്ഷീണവും ഇല്ലാതെ ഓടി നടക്കുന്ന AP ആ നിയോജക മണ്ഡലത്തിലെ കോളേജുകളിലൊക്കെ സന്ദർശിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയായി ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് 2001 ഞാൻ MLA ആയി. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ദളിത് ലീഗ് ഉണ്ടാക്കി. ആ ദളിത് ലീഗിൻ്റെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറി AP-യും അങ്ങനെ ഒന്നിച്ച് ഈ കഴിഞ്ഞ വർഷം വരെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വലിയ ധൈര്യശാലിയായിരുന്നു. എവിടെ എന്ത് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടങ്ങളിൽ പോകാനും ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. നിരന്തരമായി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനുമൊക്കെ പരിഹാരമുണ്ടാക്കി അതും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വലിയ അസാമാന്യമായ ധൈര്യം CP എന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘടനയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാം ഒരു വലിയ വേദന എന്ന് പറയുന്നത് AP ഒരു സംഘടനാ പ്രവർത്തകനോ സഹപ്രവർത്തകനോ മാത്രമായിരുന്നില്ല. ഞങ്ങളെല്ലാം കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. ഒരു 7-7:30 മണിയാകുമ്പോൾ AP വീട്ടിലെത്തിയാൽ ഒരു 10-10:30-11 മണി വരെ സമയം മാറി മാറി എല്ലാ ആളുകളെയും അദ്ദേഹം വിളിക്കും. സംഘടന കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞാൽ ബാക്കി കുടുംബകാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും പരസ്പരം അന്വേഷിക്കാനും അതിനൊക്കെ പങ്കാളിയാവാനും അതൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ AP അസാമാന്യമായ താല്പര്യം കാണിച്ചു. ഇപ്പോൾ ഇന്നലെ മരണവിവരം അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. തൊട്ട് മുമ്പ് 2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകൾ, അപ്പോൾ ദളിത് ലീഗുമായി ബന്ധമുള്ള സാധാരണക്കാരായ ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ വന്ന് വലിയ വിഷമത്തോടു കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച ഞാൻ കാണുകയുണ്ടായി. എല്ലാ ജില്ലയിലുമുള്ള ആളുകളെ നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ മാത്രം അവരുമായി അടുപ്പം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം അത് ഇന്ത്യയുടെ മുസ്ലിം ലീഗിനും ദളിത് ലീഗിനും ആ കുടുംബത്തിനൊക്കെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ആ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദനിക്കുന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയിൽ പങ്കുചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഉണ്ണിയേട്ടൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും വളരെയേറെ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത ഒരു കാലത്താണ് ഉണ്ണിയേട്ടനുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്. 2015 ജില്ലാ പഞ്ചായത്തിൻ്റെ അധിപനായി വന്നതിന് ശേഷം ജില്ലാ കാർഷിക വികസന സമിതിയിൽ ഞാനും കൂടി അംഗമായിരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ യോഗങ്ങളിൽ കൃത്യമായി അധ്യക്ഷം വഹിച്ചു പോകുന്നത് ഉണ്ണിയേട്ടനെ.
ആ സമയത്താണ് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും മാതൃകയുമാണ് ഉണ്ണിയേട്ടൻ. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ മതനിരപേക്ഷത, മതേതരത്വം അത് രാജ്യത്ത് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി അതിലൂന്നി നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭത്തിൽ അതുകൂടി ഗൗരവമായി എടുത്തുകൊണ്ട് വളരെയേറെ പ്രയത്നിച്ച ഒരു മഹാനായിരുന്നു ഉണ്ണിയേട്ടൻ എന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ എളിമയോടുകൂടി ആളുകളെ സമീപിക്കാനും എല്ലാവരോടും ഒരു സൗഹൃദം നന്നായി നിലനിർത്താനും കഴിയുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. കമ്മിറ്റികളിലൊക്കെ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കാണുക. അദ്ദേഹത്തെ പോലുള്ളവരുടെ സാന്നിധ്യം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ്റെ വേർപാടിൽ കുടുംബത്തിനും പാർട്ടിക്കും സമൂഹത്തിനും പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഭീഷണി നേരിടുന്ന മതേതരത്വം ജനാധിപത്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ഒക്കെ വേദനയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ എന്താ പറയുക, വേർപാടിൻ്റെ വേദന എന്ന് പറയുന്നത് അതെത്ര കഠിനമാണ്, അത് അനുഭവിച്ച് കടന്നുപോയ നമ്മളെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അമ്മയും സഹോദരിയും സഹോദരൻ്റെ മകനും വേർപെട്ട ഒരു ദുഃഖത്തിലാണ് ഞാൻ. ഇന്നലെ ഞാൻ ശരിക്കും 11 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 16 ചടങ്ങായിരുന്നു എൻ്റെ ചേച്ചിയുടെ. അത് കഴിഞ്ഞ് രാത്രിയിൽ ഫോൺ ഓണാക്കിയപ്പോഴാണ് ഈ ദുഃഖകരമായ വാർത്ത ഞാൻ അറിഞ്ഞത്. ഞാൻ അന്നേരം തന്നെ UCയെ വിളിച്ച് ഉറപ്പുവരുത്തി. കാരണം എനിക്കതത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം 1.5 മാസം മുൻപേ ഞാൻ അദ്ദേഹത്തെ രാവിലെ സ്വപ്നം കണ്ട് ഫോൺ ചെയ്തു. ഞാൻ ഉണ്ണിയേട്ടാ, ഞാൻ നിങ്ങളെ വെളുപ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ നറുക്ക് വീണിട്ടുണ്ട്, ചീട്ട് കയറുന്നത് എന്നാണെന്നറിയില്ല, ഞാൻ RCCയിലാണുള്ളതെന്ന്. അപ്പോൾ 6 മാസം മുൻപേ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് 115 കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ നിന്ന് അവിടെ എൻ്റെ വീട്ടിലെത്തി. ആശ്വസിപ്പിക്കുന്ന സമയത്ത് ക്യാൻസർ രോഗിയായ എൻ്റെ സഹോദരി അരികത്തുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക, രോഗം മാരകമാണെന്നറിയാം, പക്ഷെ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോ, വേദനകൾ കൂടുതൽ നമ്മളെ കഷ്ടപ്പെടുത്താതെ ദൈവം അങ്ങ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, വേറെ ഒന്നും വിചാരിക്കേണ്ട എന്ന്. അദ്ദേഹവും RCCയിലാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. വേദനയുടെ മാരകാവസ്ഥയിലേക്ക് പോകാതെ എത്രയും വേഗം ദൈവം എന്നെ വിളിക്കാൻ നീ പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ഇത് അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളത് കൊണ്ട് നന്നായി അറിയാലോ. ഞാനും ഇപ്പം അതിൻ്റെ ഒരു പിടിയിലാണ്. നീയും ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോൾ ശബ്ദം പോകുന്നില്ലേ, തൊണ്ടയുടെ പ്രശ്നമില്ലേ, അതൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ആശുപത്രി പോയി ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം എന്നുകൂടെ കഴിഞ്ഞ 1.5 മാസം മുൻപേ അദ്ദേഹം എന്നോട് അവസാനമായി പറഞ്ഞ് ഞാനും ചേച്ചിയുടെ മാരകമായ വേദനകളിലേക്ക്, ആ വേദനകളിലൂടെ യാത്ര ചെയ്തപ്പോൾ പിന്നെ വിട്ടുപോയി ഉണ്ണിയേട്ടനെ. പക്ഷെ ഇന്നലെ ഈ വാർത്ത വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും എനിക്ക് ആശ്വാസമാണുള്ളത്. കാരണം
ഞാൻ എൻ്റെ ചേച്ചിയുടെ വേദനകളിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലം അവരനുഭവിച്ച വേദനകൾ കണ്ടതാണ്. അത്ര മാരകമായ ഒരു വേദനയിലേക്ക് പോകാതെ ഉണ്ണിയേട്ടൻ ഈ ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഹൃദയത്തോട് ചേർത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ജീവിതം ഈ നാടിനു വേണ്ടി തന്നെ ജീവിച്ച് തീർത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ പരലോക ജീവിതം ഇവിടെ നിന്ന് എങ്ങനെ സന്തോഷകരമായി മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചോ അതുപോലെ അദ്ദേഹത്തിന് അവിടെയും സ്വർഗം നൽകി ജീവിതം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ച് അദ്ദേഹം അവിടെ ചെന്ന് ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് കുടുംബമായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അവസാനം കുടുംബത്തിൻ്റെ വിശേഷം ചോദിച്ച് പറയും, നമ്മളൊന്ന് കുഴങ്ങിക്കിടന്നാൽ ഏറ്റവും അവസാനം കുടുംബം മാത്രം കൂടെ ഉണ്ടാവുക, അവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളാണ്. ആ മകളുടെ വേദനകൾക്ക് ദൈവം പുറത്തു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേശീയ വനിതാ ലീഗിൻ്റെ ദുഃഖം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അറിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ടി വരുമോ എന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ കുഗ്രാമത്തിലെ ഏറ്റവും വലിയ അഭിമാന ജന്മമായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ. എൻ്റെ കൂടെ സ്കൂളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം പറയുന്നത്, ഞാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അമ്മയോടൊപ്പം പോയി കണ്ടു, ഞാൻ ഇനി മുസ്ലിം ലീഗ് പോകാം. ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ മുടക്കാത്തോളം ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടു. ഇന്ന് ഈ സംഘടന കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിക്ക് മുസ്ലിം ലീഗ് കൊടുത്ത അംഗീകാരം കാണുമ്പോൾ ഞാൻ അഭിമാനത്തോടെ ആ സംഘടനയുടെ നേതാക്കന്മാരെ പ്രശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ കുഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ജന്മം ഇതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉമ്മ പറയും, ഉണ്ണികൃഷ്ണൻ ജോലിക്ക് വരുമ്പോൾ നോമ്പ് കാലത്ത് നോമ്പ് നിൽക്കും. ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ഒന്നാം മാസം കൊണ്ടും നോക്കുന്നുണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ സംസ്കാരത്തിൽ നിന്നായിരിക്കാം ബഹുമാനനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൽ പോയി വരുമ്പോഴൊക്കെ നമ്മോട് തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംസാര ശൈലിയെക്കുറിച്ചും ചിരിയെക്കുറിച്ച് പോലും എന്നോട് ഉണ്ണികൃഷ്ണൻ പറയാറുണ്ട്. ഈ കുഗ്രാമത്തിൽ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ കുറ്റൂർ സ്കൂളിലുള്ള വണ്ടി നിർത്തിയിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിങ്ങൾക്ക് എഴുതി വന്നാൽ മതി, ഉണ്ണികൃഷ്ണൻ്റെ ഒരുപാട് മുദ്രകളുണ്ട് അവിടെ. ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിൽ ഉണ്ണികൃഷ്ണൻ പറയുക, നമ്മുടെ സ്ഥാപനത്തിന്, ഞങ്ങളുടെ നാടിന് ഒരു വലിയ തീരാ നഷ്ടമാണ്. സർവശക്തൻ അദ്ദേഹത്തിന് പരലോക ഗുണം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്കൊക്കെ അഭിമാനമായിരുന്നു, നമ്മളൊക്കെ മുസ്ലിം ലീഗ് വേദികളിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു നാമധേയമായിരുന്നു പ്രിയപ്പെട്ട എ പി. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനുഷ്യനുണ്ടോ എന്നുള്ള സംശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ മലപ്പുറത്ത് മാത്രം ഒതുങ്ങാതെ കേരളത്തിലുടനീളം രാപ്പകലില്ലാതെ പ്രസംഗകലയെ മുസ്ലിം ലീഗിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ വലിയ ഒരു മനുഷ്യനായിരുന്നു എ പിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മൾ മതിവരില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ എ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസംഗങ്ങൾ ഇല്ലാതെ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഒരു പ്രത്യേക കഴിവായി. മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഞങ്ങൾ ഒരുപാട് കാലം
ഏതാണ്ട് 30-35 വർഷക്കാലമുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മരണപ്പെട്ടാൽ മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക പുതപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പിന്നെ എന്നോട് പറയാനുള്ളത്, ബാബു മരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മരിക്കണം. ദൈവം അദ്ദേഹത്തിന് വെള്ളിയാഴ്ചയാണ് വിളിച്ചിട്ടുള്ളതും ജുമാ നമസ്കാരത്തിൻ്റെ അടുത്ത സമയം. അതിന് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ മദ്രസ. ഈ മദ്രസയിൽ നടക്കുന്ന പരിപാടികൾക്കൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇത് മാറ്റി വെക്കും. ആ മദ്രസയിൽ നബിദിന ഘോഷയാത്രയുണ്ടെങ്കിൽ ആ ഘോഷയാത്രയുടെ മുൻപിൽ സമസ്തയുടെ വരെ പതാക ഏന്തിക്കൊണ്ട് AP നടന്നു നീങ്ങുന്ന ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരെയേറെ സ്നേഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം ദളിത് ലീഗ് എന്ന പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. ഒരു ദളിത് ലീഗുകാരനാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗുകാരൻ എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യനാളിൽ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായത് എന്നുള്ളതും അഭിമാനകരം. പ്രിയപ്പെട്ട AP ഒരാശ്വാസമായിരുന്നു. അതിലേറെ ഞങ്ങൾക്കൊക്കെ യൂസി പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊക്കെ ഒരു അഭയമായിരുന്നു. പാണക്കാട് വരാനും പാണക്കാട് ഏത് തങ്ങന്മാരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശനത്തിന് ഉണ്ടെങ്കിൽ യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഞങ്ങളൊക്കെ അവിടുന്ന് വിളിച്ച് APയെയാണ് ചുമതലപ്പെടുത്താറ്. അദ്ദേഹം ഉണ്ടെങ്കിൽ എത്ര ആളുണ്ടെങ്കിലും തങ്ങന്മാരുടെ വീടിനകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. ആ തങ്ങൾ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, മുസ്ലിം ലീഗിനെ സ്നേഹിച്ച AP നമ്മോടൊപ്പം ഇന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് AP. ഒരിക്കലും മായാത്ത ഒരടയാളമാണ് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. ഉണ്ണിയേട്ടനെ വളരെ അടുത്ത് മനസ്സിലാക്കാനുള്ള സമയം നിങ്ങളെപ്പോലുള്ള ഇവിടെ കൂടിയിട്ടുള്ള നേതാക്കന്മാർ പോലെയുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിലും ചുരുങ്ങിയ സമയത്തുകൾ, കാരണം ഈ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തുമായി കൂടുതൽ അടുക്കുന്നത്. അതിനു മുമ്പ് പ്രസിഡൻ്റായിരുന്ന കാലത്തും ഞാൻ ആ സമയത്ത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. പല യോഗങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാൻ ഇടവന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പരസ്പര ബഹുമാനം ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം അടിസ്ഥാന വർഗത്തിൻ്റെ, ദളിത് വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും അവരുടെ പുരോഗതിക്കും വേണ്ടി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പൊതുരാഷ്ട്രീയത്തിൽ കളങ്കമില്ലാത്ത നേതാക്കളിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അതാത് സമയത്തെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ആ പ്രസ്ഥാനത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാന വിഭാഗത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വലിയ ഇടപെടൽ നടത്തിയ അദ്ദേഹത്തെ എന്നും ഈ പ്രദേശത്തുകാർ സ്മരിക്കുമെന്നുള്ളതിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സ്മരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മറ്റു സുഹൃത്തുക്കൾക്കും വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടും ചേർന്നുകൊണ്ട് എൻ്റെ ദുഃഖം ഞാൻ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. ധാരാളം കാര്യങ്ങൾ പ്രിയപ്പെട്ട APയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതിലേറെ ഇനി ഓരോരുത്തർക്കും പറയാനുമുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ബാക്കി വെച്ചാണ് പ്രിയപ്പെട്ട AP യാത്രയായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാൻ അദ്ദേഹം പ്രസിഡൻ്റായ ഭരണസമിതിയിലും ഇപ്പോൾ മെമ്പറായി അദ്ദേഹത്തിൻ്റെ കൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ധാരാളം യാത്രകൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗങ്ങൾക്ക് ഒരുമിച്ച് യാത്ര പോയിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയത് പങ്കുവെക്കാനുണ്ട്. സമയം കുറവ് കാരണം അത് ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുന്നതിന് ഉചിതമായ ഒരു സ്മാരകം ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ രണ്ടത്താനെ പോലെ, അതുപോലെ തന്നെ TPM ബഷീറിനെ പോലുള്ള ഉജ്ജ്വലരായ എഴുത്തുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവരെ ആരെങ്കിലും പാർട്ടി ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിക്ക് നടത്തിയ സംഭാവനകളും ഭരണരംഗത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുമൊക്കെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുന്നതിന് തീർച്ചയായും ഉചിതമായ ഒരു സ്മരണിക അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഓർമ്മകൾ മങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഉണ്ടാക്കണം എന്ന വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രിയപ്പെട്ട അമീർ സാഹിബ് സൂചിപ്പിച്ച എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്കുള്ള ഒരു നിർവൃതി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട ഇസ്മായിൽ മൂത്തേടവും MK റഫീഖയും ഞാനും തിരുവനന്തപുരത്ത് ചെന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ കണ്ട് അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് AP ഉണ്ണികൃഷ്ണനെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് എവിടെയാണ് ചികിത്സ വേണ്ടത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ സ്ഥലത്ത് ചികിത്സ നടത്താൻ പാർട്ടി ഒരുക്കമാണ് എന്ന് പറഞ്ഞാണ് അവിടെ വെച്ച് തന്നെ പ്രിയപ്പെട്ട വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അലി അക്ബർ സാഹിബിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ച് ഇന്ന് തന്നെ KPയെ തിരുവനന്തപുരത്ത് എത്തിക്കണം എന്ന നിർദ്ദേശം കൊടുക്കുന്നത്. ഞാനിത് പറയുന്നത് ഞങ്ങൾക്കതിലുള്ളൊരു സന്തോഷം സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റം സാമ്പത്തികമായും ചികിത്സാരംഗത്തും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുമൊക്കെ ചുരുങ്ങിയ ദിവസങ്ങളെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ മരണം വരെ ഇപ്പോൾ ഇത്രയും ആളുകൾ, ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇന്നലെ മരണവാർത്ത അറിഞ്ഞ് മലപ്പുറത്ത് വന്നവരാണ്, ശേഷം ഈ മദ്രസയിൽ വന്നവരാണ്, ഇന്ന് വീണ്ടും വന്നവരാണ്, ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്നത് ആ വലിയ മനുഷ്യനോടുള്ള ഹൃദയത്തിലെ ഒരു വികാരമാണ്. ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അന്തിമോപചാരം നടത്തുന്ന സമയത്ത് നല്ല വാക്കുകൾ പറയുക എന്നതാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കുന്ന ഒരു സമയത്താണ്. അദ്ദേഹം ചെയ്ത നിരവധി പുണ്യങ്ങളുടെ ഒരു ആകത്തുകയാണ് അത് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ആ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്നും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായ ആ മനുഷ്യൻ്റെ ജീവിത കഥകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തണം എന്നൊരിക്കൽ കൂടി പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും. ജില്ലാ പഞ്ചായത്ത് വലിയ ഒരു എൻ്റെ സർവീസ് ജീവിതത്തിനിടയ്ക്ക് വലിയ ഒരു ഭാഗ്യം ലഭിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ 2 ഭരണസമിതിയുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയായി വരുന്ന സമയത്ത് ഉണ്ണിയേട്ടനായിരുന്നു പ്രസിഡൻറ്റ്. അത് കഴിഞ്ഞ് അടുത്ത ഭരണസമിതിയുടെയും കൂടെ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. ജീവിതത്തിലെ വലിയൊരു ഔദ്യോഗികമായി കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കാണുന്നു. ഒരു 1-2 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, കാരണം ഒരുപാട് സമയമുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞ ഒരു വാചകം പറഞ്ഞിട്ട് തുടങ്ങാം. മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. ഏത് സമയമാണ് വരിക, ചിലപ്പം തീർത്തും അപ്രതീക്ഷിതമായ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരിക. അത് തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാകുമ്പോൾ ഒരുപാട് വേദനകൾ നമുക്കുണ്ടാവും. അതാണ് ഉണ്ണിയേട്ടനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഞാൻ വന്ന സമയത്താണ് പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും ശ്രമകരമായ അവസരത്തിലാണ് ഞാൻ അവിടെ സെക്രട്ടറിയായി വരുന്നത്. 2019 നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ വരുന്നത്. ആ സമയത്താണ് നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് ചില ചട്ടക്കൂടുകളൊക്കെ പറയേണ്ടി വരും. അതായത് നമ്മൾ ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പെരിന്തൽമണ്ണ, നിലമ്പൂർ ഇങ്ങനത്തെ ആശുപത്രികളിലൊക്കെ പൊതുഗതാഗതം ഇല്ലാത്ത സന്ദർഭത്തിൽ ബസ്സുകൾ ഏർപ്പെടുത്തുമ്പോൾ ഈ ബസ്സിന് വേണ്ടി നമ്മൾ ഡീസലൊക്കെ അടിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ കുറേ ഇതുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ചെയ്യാം, പക്ഷേ നമുക്കിങ്ങനെ ഒരു ബോർഡ് തീരുമാനങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ പോരെയെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതിന് നിങ്ങൾ ബോർഡ് തീരുമാനങ്ങളൊന്നും കാത്തു നിൽക്കണ്ട, ഇത് നമ്മുടെ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നമാണ്, അതിന് നിങ്ങൾ നിയമം നോക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് കോവിഡ് സമയത്ത് മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തിൻ്റെ കൂടെ എല്ലാ നിയമങ്ങളും ലംഘിക്കുകയല്ല ചെയ്തത്. എല്ലാ നിയമം എന്ന് പറയുന്നത് ഇരുമ്പൊലക്കൊന്നുമല്ലല്ലോ. നിയമം നമുക്ക് എന്ത് രീതിയിൽ ചെയ്യാം, അത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അത് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ എന്താ പറയുക, വളരെ ബോൾഡായ തീരുമാനമെടുത്ത് അതിന് നിർദ്ദേശം നൽകിയ ആ ഒരു ഓർമ്മ അത് വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പല തിരൂർ ആശുപത്രി, പെരിന്തൽമണ്ണ ആശുപത്രി, ഇവിടെയൊക്കെ ഈ നമ്മുടെ ഈ ഡയാലിസിസ് രോഗികൾക്ക് എൻ്റെ ഓർമ്മ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പുരോഗതി എനിക്കറിയില്ല, ഏകദേശം 2.5 കോടി രൂപയോളമാണ് ഈ ഡയാലിസിസ് രോഗികൾക്ക് നൽകിയതെന്ന് അന്നത്തെ ഭരണസമിതി എടുത്ത തീരുമാനം. കാരണം സമൂഹത്തിൽ ഏറ്റവും നമ്മളങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടത് സിമ്പതിയല്ല, എമ്പതിയാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അയാളോട് കാണിക്കുന്ന സൗഹൃദമല്ല വലുത്, എമ്പതിയാണ്. നമ്മൾ അന്വേഷിച്ച് പോവുകയാണ് ആരാണോ അർഹതപ്പെട്ട ആളുകൾ. സിമ്പതിക്കപ്പുറം എമ്പതി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരു ഭരണാധികാരിയായിരുന്നു അത്. 2.5 കോടി രൂപയോളമാണ് അത് ആ സമയത്ത് അദ്ദേഹം ചെലവഴിച്ചത്, അതറിയാം. പിന്നെ ചില ആളുകൾ ജന്മം കൊണ്ട് മഹാന്മാരാകുന്നു, പക്ഷേ ചില ആളുകൾ കർമ്മം കൊണ്ട് മഹാന്മാരാകുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് എന്താ പറയുക, പൊതുമണ്ഡലത്തിൽ, പ്രത്യേകിച്ചും പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുമണ്ഡല രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ സ്വത്വ രാഷ്ട്രീയത്തെയും കൈവിടാതെ കൂടെ കൊണ്ടു നടന്ന ആളാണ് ശ്രീ ഉണ്ണിയേട്ടൻ എന്നാണ് എനിക്ക് പറയുന്നത്. പൊതുമണ്ഡലത്തിൽ ആരോടായാലും ശരി സ്വന്തം രാഷ്ട്രീയം മുറുകെ പിടിച്ച് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തങ്ങൾ കുടുംബവുമായുള്ള ബന്ധം അത്രത്തോളം മനസ്സിൽ സൂക്ഷിക്കുകയും അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്തുന്നതിനുപരി തൻ്റെ സ്വത്ത് രാഷ്ട്രീയം, താൻ ഏത് വിഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് അവർക്കും കൂടി ബന്ധപ്പെട്ടത് ലഭിക്കണമെന്ന് മനസ്സിൽ ശാഠ്യം പിടിച്ച ആളായിരുന്നു ഉണ്ണിയേട്ടൻ. അതൊരു അങ്ങനത്തെ ഓർമ്മകളാണുള്ളത്. പിന്നെ അടുത്ത ഭരണസമിതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിച്ചു. എൻ്റെ അടുത്ത് വളരെ എന്താ പറയുക, എൻ്റെ അറിവിനെയും എൻ്റെ അറിവില്ലായ്മയെയും സഹായിച്ച, ഞാൻ വന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു, എൻ്റെ അറിവില്ലായ്മയെയും വളരെ സൗഹൃദപരമായി സ്വീകരിച്ച് എന്നോട് വളരെ നല്ല നിലപാടെടുത്തു. മാത്രമല്ല പൊതുരംഗത്ത് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു. ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായും ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ സെക്രട്ടറി എന്നുള്ള നിലയിലും ഈ എന്താ പറയുക പൊതുസമൂഹത്തിനും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഞാൻ അദ്ദേഹത്തിൻ്റെ അകാലമായ വേർപാടിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് പരലോക ജീവിതത്തിൽ എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾക്ക് ഇന്ന് ഏറ്റവും ദുഃഖകരമായ ദിവസത്തിലാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ ഇന്ന് നമ്മോടൊപ്പമില്ല. ഉണ്ണിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം ഞങ്ങൾക്കൊക്കെ പറയാനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളാണ്. രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും മറ്റെല്ലാ പരിപാടികളിലും ഒരു സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. എൻ്റെ ഓർമ്മകളിൽ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി വലിയൊരു ബന്ധം കാത്തു സൂക്ഷിച്ച ആളായിരുന്നു. അന്ന് ആദ്യം ഈട്ടിയുടെ പ്രചരണ പരിപാടിയിൽ ആദ്യം വരുന്ന സമയത്ത് കാലിന് ചെറിയൊരു വേദനയുണ്ട്, രാത്രി ഉറക്കമില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി. ഏതായാലും ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിന് പോകാൻ, അത് കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് പോയത്. അന്ന് രാത്രി ഞാൻ വീണ്ടും വിളിച്ചു, ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓങ്കോളജിയുമായി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ, എന്നിട്ട് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളുമായി അത് എൻ്റെ രോഗമൂർച്ചയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ MLA ഞങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അലി അക്ബറും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമായി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി MLAയുമായി ബന്ധപ്പെട്ട് ചികിത്സാ സംവിധാനം മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദുരിതത്തേക്ക് കൊണ്ടുപോയത്. അദ്ദേഹത്തെ പോയി കാണാനും എന്നും രാത്രി ഇന്നും ഒന്നരാട് രാത്രിയൊക്കെ വിളിച്ച് ഞാൻ സംസാരിക്കാറുണ്ടായി. നമ്മുടെ ആർക്കായാലും ജീവിതം എത്രയുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, എവിടെ എങ്ങനെ അവസാനിക്കുന്നത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ മുറ്റത്ത്, ഈ പള്ളിയുടെ മുറ്റത്ത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മാർച്ച്, ഈ മാർച്ചല്ല അതിൻ്റെ മാർച്ച് ഒരു 15-നാണ് തോന്നുന്നു, ഞാനും ഉണ്ടായിരുന്ന ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്
അന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് സാദിക്തങ്ങളും ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ണിയേട്ടൻ ഒരു കൊട്ട നിറയെ അപ്പങ്ങളുമായി നെയ്യപ്പവും കുയ്യപ്പവുമായിട്ട് ആ വാതിൽ പഠിക്കൽ കാത്തിരിക്കും. അവിടെ കാത്തു നിന്ന് ആ നെയ്യപ്പം തങ്ങൾക്കെടുത്തു ഒരു തങ്ങൾ മുറിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു, എല്ലാവരും വായിലേക്ക് വെച്ച് കൊടുത്തു. ആ മതേതരത്തിൻ്റെ എന്നുള്ളതല്ല, ഈ പ്രദേശത്തുള്ള എല്ലാവരുമായി അത്ര അഭേദ്യമായ ബന്ധം, ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഉണ്ണിയേട്ടൻ അപ്പവുമായിട്ട് വന്നത്. വിധി എന്ന് പറയുന്നത് എത്ര വിചിത്രമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതേ പള്ളിമുറ്റത്ത് ഇതേ മദ്രസയിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചു. വിധി അതുപോലെ തന്നെ നിമിത്തം എന്നൊക്കെ പറയാം. ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം സജീവമായി എല്ലാ രംഗത്തും ഓടി നടന്നൊരാണ്. പെട്ടെന്നായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, വലിയ പ്രയാസമുണ്ട്. അത്ര വ്യക്തിബന്ധം എൻ്റെ അടുത്തൊക്കെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു, ഉപ്പയെ കാണാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. ആ ഒരു ബന്ധം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. ആ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച ആളായിരുന്നു. ആ ബന്ധങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം ആളുകളുടെ ആ ഒഴുക്കുണ്ടായത് എന്നുള്ളതാണ്. ആ ഒരു പ്രാർത്ഥനയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. ഇവയെല്ലാം ഞാൻ നെറ്റിപ്പരത്തി പറയുന്നില്ല. നമുക്ക് ഞാൻ പറഞ്ഞു, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. പക്ഷേ പെട്ടെന്നുള്ള വിയോഗങ്ങൾ നമുക്ക് വലിയ സങ്കടങ്ങളുണ്ടാകും. ആ സങ്കടങ്ങളാണ് നമ്മുടെ മനസ്സ് നിറയുള്ളത്. അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. അന്ന് സംസം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പ്ലാട്ട് സംസം ഈ പള്ളിൻ്റെ ഭാരവയിലാണ്. അന്ന് തങ്ങളുമായി ഇവിടെ ആ സന്തോഷം പങ്കിടുന്ന സമയത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ സന്തോഷത്താണ് പള്ളിയുടെ ഞാൻ ഭൗതിക ശരീരം ഇവിടെ വെച്ചു. ഇന്നലെ ഇവിടെ വെക്കുമ്പോൾ ആ മനസ്സിലത് ഉൾക്കൊള്ളാനുള്ള പ്രയാസമാണ്. ആ ഉൾക്കൊള്ളാൻ ഉണ്ണിയേട്ടൻ പോയിട്ടില്ല എന്നുള്ള ഒരു വ്യാധിയായിട്ട് മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്പേക്ക് വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിന് ഞങ്ങളുടെ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ പേരിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഏതായാലും ഇനി നമുക്ക് അദ്ദേഹം ഉണ്ടായില്ല, എന്നാലും നമ്മുടെ മനസ്സുകളിൽ അദ്ദേഹം എന്നും ജീവിക്കണം. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ആളുകളിൽ അത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിലും ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ സമാപിച്ചായി അറിയിക്കുന്നു.